ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോകാൻ എടുക്കാറോ കോഴിക്കോട് അടിവാരത്ത് കൈതപ്പോയുള്ള നോളജ് ചേർന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എടനപ്പാറ റൂട്ടിൽ, കൊണ്ടോട്ടി റൂട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളതാണ് ഒന്ന് എൻ്റെ ഫുൾ ഫ്രണ്ട്സാണ്. നമ്മൾ പ്ലസ് ടു അല്ല 10ാം ക്ലാസ് പഠിച്ച നമ്മൾ ഫുൾ ചങ്ങന്മാരാണ്. അതിലിപ്പോൾ ഫസ്റ്റ് ഡ്രൈവറായിട്ട് നമ്മളെ അർഷദാണ്, എൻ്റെ അയൽവാസി തന്നെയാണ്. ഞങ്ങൾ 5 മുതൽ പരിചയപ്പെട്ടത്. പിന്നെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ട് കേക്കിൽ നമ്മൾ ഏറ്റവും വലിയ പണക്കാരനും കൈകാരനായതാ നമ്മളെ നജീബ്ക്ക വിളിക്കുന്ന മോശം, അതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ നജീബ് എന്ന് വിളിക്കാനുള്ളൂ. കാരണം പിന്നെ ആരെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് കല്യാണം നോക്കുന്നുണ്ട് ചെക്കൻ്റെ. അപ്പൊ കല്യാണത്തിന് പെണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഈ മലപ്പുറം കോഴിക്കോട് അല്ലേ ആ മരുന്നിന്റെ വേണ്ടേക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് കുട്ടികൾ, പണത്തിന് പണം, വണ്ടിക്ക് വണ്ടി, എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ പെണ്ണിട്ടുണ്ട് ചേക്കൻ, അതാ മാത്രമേ വിഷയമുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുകയാണെങ്കിൽ, കാണുമെന്ന് എനിക്കറിയില്ല, കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങള് ഇത് കുട്ടികളൊക്കെ സെറ്റ് ആക്കി കൊടുക്കും. ഓനെ അഡ്രസ്സൊക്കെ വേണമെങ്കിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ വിട്ടുതരണ്ട്, അത് ഞാൻ ഫുള്ള് അയച്ചു തരണ്ട് നിങ്ങൾക്ക്. ഞങ്ങൾക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? ഇന്നില്ലേ എന്ത് ഇപ്പൊ നമ്മളെ കൂടെ അടുത്ത പോരാനുള്ള ആളാണ് കേട്ടോ, ജാസർ കുഞ്ഞാവാന്ന് പറയും. അപ്പോൾ ഓരോരുത്തരുടെ പേരൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. വണ്ടിക്ക് ലാൻഡ് ചെയ്യിച്ച വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. വാ വാ അപ്പൊ എന്നെ പരിചയപ്പെട്ടെടുത്താളാ. ആരുമില്ല, ഓമായ സ്ഥലത്താണ്. 73 കിലോ ഉണ്ടായിരുന്നു. കുഞ്ഞാവാ എന്തൊക്കെയാണ് സുഖം? എന്നിട്ട് എന്താ എന്റെ പരിക്കൊക്കെ മാറിയില്ലേ? അടുത്ത് നോക്കണ്ട കളിച്ചാൻ കൊണ്ടോ? ഒരു കൊല്ലം ബെസ്റ്റാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മള് പരിചയപ്പെട്ടാണ് ഇല്ലേ? ഉണ്ട് ഷെഫീഖിനോട് പരിപാടിക്ക് പോയപ്പോ ഷെഫീഖിന്റെ കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ ഫുഡ് നോമ്പറക്കാൻ നോളജ് സിറ്റി അല്ല നോളജ് സിറ്റി പറയണ ആദ്യമായിട്ട് കേട്ടു. നമ്മളൊന്ന് മറ്റേ ചങ്ങായി പറഞ്ഞത് അപ്പൊ നമ്മളെന്താ പരിപാടി? ഉച്ചക്ക് നോമ്പറക്കണ പരിപാടിയില്ലേ എന്തത്? ഏതായാലും നോളജ് സിറ്റിയിലായോണ്ട് അവിടെ താർപ്പായൊന്നും ഇല്ല കേട്ടോ. മഴ ഇന്നലെ പോയിട്ടേ ഫുള്ള് മഴ. ഞങ്ങൾ 1 മണിക്കൂർ താമരശ്ശേരി പോസ്റ്റ്. ഇന്നലെ പോയി. ഇന്നലെ ചിക്കൻ ബിരിയാണി വലിയ റൈസ് അല്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞാണ് അടുത്ത ആൾക്കാരെത്തിട്ടോ. യൂണിറ്റ് നോക്കണ്ട ഇതന്നെ നമ്മളൊക്കെ ആ യൂണിറ്റ് സ്ഥലം കൊടുത്താണ് ഇവിടെ. അല്ലോ നമ്മളെ മുതലാളിയാണ്. ഫുൾ ടീം എത്തി കഴിഞ്ഞു. ആ തേക്കള് യാസർ, നബീല്, നജീബ്, യൂൻസ് അന്നെ കാണില്ലേ, അർഷദ്, പിന്നെ ഞാൻ. അപ്പൊ നമ്മള് യാത്ര തുടങ്ങാണ്. ഈക്വലിറ്റി ഇങ്ങനത്തെ അറിയാം ആകെ പ്രശ്നമാവും. വെറുതെ പോലീസിന് പൈസ എടുക്കാനാവും. ഇതിലോട്ട് പോണെന്ന റൂട്ട് മാത്രം തപ്പിക്കൊണ്ടിരിക്കണം. ഡ്രൈവർക്ക് വോട്ട് ചോദിച്ചാൽ അപ്പൊ നടക്കുന്നുണ്ട് ഡ്രൈവർക്ക്. അതെ എന്ത് പറഞ്ഞോ, ബാക്കത്തോല് പറയും ബാക്കിയുള്ളത് കേൾക്കാം. ഇപ്പൊ 1 ലക്ഷം കണ്ടാക്കാനോ പ്രൈവറ്റ് ഇൻഷൂറാണ്. മറ്റേ ഇൻഷൂറാണ് പ്രൈവറ്റ് ഇൻഷൂർ ചെയ്താൽ ഇതിനില്ലല്ലോ.
എല്ലാത്തിലും ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്. ഈ കാണുന്ന വ്യക്തി വെള്ളിയാഴ്ച കഴിഞ്ഞ 3 ദിവസം മുമ്പ് എന്തായത് അന്റെ പോക്ക് കൂടാൻ ചിലവല്ലേ ഇപ്പൊ പോണതൊക്കെ എന്ത് ഞാൻ എത്തിട്ടുള്ളൂ. ഞങ്ങളല്ല പരിപാടി ഉണ്ടാക്കി, ഞാൻ പരിപാടി ഉണ്ടാക്കി പൈസ കളി ചെലവാക്കാം. ഒരു വിഷയമില്ലാത്ത ആളാണ്. കൊറേ നേരം അങ്ങോട്ട് കളിച്ചു. ഞാൻ വണ്ടി ചെന്നത് ഒന്നെങ്കിലും സൈഡൊക്കെ സണ്ടർ ഏതെങ്കിലും തീരുമാനിച്ചു ആവില്ല. വിറ്റ് വെച്ച വണ്ടിയാണ്. മൂഞ്ഞാരേ ക്ഷമ പഠിപ്പിച്ചു. മൂഞ്ഞാര് ആടെ തൊപ്പിട്ടൊരു പവർ പറയാനും തോന്നുന്നു. പോലീസുകാരെ ചിലപ്പോൾ തൊട്ടാണ് പോകുന്നത്. നമ്മള് ഇവിടെ ആ വള്ളി എത്തി കുറച്ചൊരു മുന്നിലാണ്. വള്ളി ഇതല്ല പണിയിലാണല്ലോ. ഇതല്ല പൊളിച്ചിനല്ലോ പണിയെടുക്കുള്ളൂ. കഴിഞ്ഞ വല്ല നോമ്പിന് ഒരു ഇതിലും പണിക്ക് പോയി. നമ്മൾ വണ്ടികൾ നിർത്തിയിട്ടാണ് എല്ലാവരും പള്ളിയിൽ പോവാണ്. ഇതാണ് പള്ളി. നമ്മൾ അടിവാരത്ത് പോകുമ്പോൾ പൈസ കാണുന്ന പള്ളി ഉണ്ടല്ലോ, പേര് നിൽക്കാറില്ല, ആ പള്ളിക്കാണ് കയറുന്നത്. നമ്മള് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അസാസ് പള്ളി കയറാണ്. കുറച്ചേരായി. ഇതാ നരകത്തിന്റെ മോചനത്തിന്റെ ഇത് ഒക്കെ നോമ്പ് കഴിഞ്ഞാൽ പറയല്ലോ ഓർത്തിട്ട് സങ്കടം. സ്വതക്കുള്ളതൊക്കെ ചെയ്തിട്ട് സ്വതക്കത്തും ജാരിയാണ്. സ്വതക്കത്തും ജാരി ഇതല്ല. ഇത് ദർസ് പോയിട്ടാ അതിൻ്റെ അടുത്ത് 10ാം ക്ലാസ്സും +1 +2 വരെ പഠിച്ചല്ലോ. പഠിച്ച അറിവ് നമ്മളിന്ന് കൊണ്ടെടുക്കണം. കുറെ പഠിച്ചിട്ട് കാര്യമില്ല. ഉള്ളത് നമ്മൾ മട്ടം പോലെ കൊണ്ടുവരും. പിന്നെ എന്റെ മതിയാവും. അങ്ങനെ ആവുമ്പോ എന്താ അതാണ് അതിന്റെ ശരി അല്ലേ? നിങ്ങള് അല്ലേ നിങ്ങള് പറയും. നമ്മളെ കാരണന്മാര് നേരത്തെ ഉള്ളിൽ വരുന്നല്ലോ. ഒരു മൂത്രപ്പേരൊക്കെ പോകണം. അത് ശരി. അങ്ങനെതാ ഞങ്ങൾ നോർത്ത് സിറ്റിക്കുള്ള കവാടത്തിലാണ് കയറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഈ കാണുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കാണുന്ന ബിൽഡിങ് ഇവിടുത്തെ ഹോട്ടലാണ് അല്ലേ. എന്തായാലും അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടേക്ക് പോണ വഴിയാണ് കാണുന്നത്. അതായത് നോർത്ത് സിറ്റിക്ക് കയറി കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. ഏതാ റോഡല്ലേ. ഇവിടെ എത്തി കഴിഞ്ഞിട്ട് എന്താ അറിയോ ഒരു ഫീലിങ്, അതായത് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മട്ടട്ടെ. ഞാൻ അതുവരെ പോയില്ല. ഇനിയിപ്പോൾ നിങ്ങളാരെയും പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ വീഡിയോ കണ്ടിട്ട് തോന്നിയ കാര്യമാണ്. അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബിൽഡിങ്ങും ഈ കാണുന്ന അപ്പുറത്ത് കണ്ടില്ലേ അതാണ് ഇവിടുത്തെ നോർത്ത് സിറ്റി എന്ന പള്ളിയും. ആ മിന്നാരൊക്കെ കണ്ടില്ലേ അത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വണ്ടി നിർത്തിയിട്ട് വേണം ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടെത്തി. അപ്പം ഇവിടെ അപ്പോൾ നമ്മളങ്ങനെ നോർത്ത് സിറ്റി എത്തിയിട്ടുണ്ടോ. നോർത്ത് സിറ്റിയിൽ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ബാക്കിലുണ്ട് ആൾക്കാരൊക്കെ, നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ. അത് ഇനി പള്ളി ഇപ്പോൾ ഏകദേശം ടൈം ഇപ്പോൾ 5:30 ടൈം. 5:30 ടൈം ആയത്. 6 ഇത്ര നേരം 5:30 കറക്റ്റാ. 27 ഇപ്പം 5:30 ആയിക്കണം. ഇനി ഞങ്ങൾ ഇവിടെ പള്ളീനെ ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് എന്തുകൊണ്ട് ചെയ്യണം, ഇന്നാണ് അതിൻ്റെ ഉള്ളിൽ കയറണം. നോമ്പ് തുറക്കണം. ടൈം ആകുമ്പോൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കണം ഒക്കെ ചെയ്യണം. അതാണ് ഹോസ്പിറ്റൽ കേട്ടോ അവിടുത്തെ. അത് ഹോസ്പിറ്റല് മുഹറാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇത് തന്നെ ഹോസ്പിറ്റലാണ്.
എല്ലോ ഇവിടെ ഉണ്ട്. അത് കാണുന്നത് ഹോട്ടലാണ് കാണുന്നത്. നമ്മളിതാ നോസിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് കേട്ടോ. ഇപ്പോൾ പള്ളിയാണ് കാണിച്ചത്. ഞാൻ പള്ളിയാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ കാണുന്നതാട്ടോ ഇവിടുത്തെ പള്ളി, അതായത് നോൾ സിറ്റിയുള്ള വലിയ പള്ളി അല്ലേ. ഏതാ ലുക്ക് കാണാൻ, ഒരു കൊട്ടാരം പോലൊക്കെ ഉണ്ടല്ലേ. കൊട്ടാരം വരാൻ പറ്റില്ല, അതിന് പറയാം. സംഭവം നല്ല രസമുണ്ട് കാണട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ട്. ഏത് മിനാരൊക്കെ 4 ഭാഗത്ത് മിനാരും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടേ എടുത്ത് കാണിക്കുന്നതിൻ്റെ ഭംഗി. പള്ളിയാണിത്. എത്ര അടിപൊളിയാണ് എന്താ ലുക്ക്, മിനാരായിട്ടും എന്ത് ലുക്കൊരു പള്ളി കാണാൻ ഇല്ലേ. ഇതെന്ത് ബിൽഡിംഗ് ആണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഈന്തപ്പനത്തിൻ്റെ സാധനങ്ങളും, ഈന്തപ്പനത്തിൻ്റെ മരം ഉണ്ട്, ഷോക്ക് മാത്രം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒക്കെ നോമ്പറക്കാൻ വന്ന ആൾക്കാരാണല്ലേ. ഈ കാണുന്നതൊക്കെ നോമ്പറക്കാൻ വന്ന ആൾക്കാരാണ്. ഉള്ളും ഇവിടെ അടുത്ത ആൾക്കാർ. അതെന്ത് ബിൽഡിംഗ് ആണ്? ബിൽഡിങ്ങിനെ പണിയൊക്കെ പകുതിയായി കിടക്കാം കേട്ടോ. ഇവിടെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗം, മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത് പള്ളികളെ. അവിടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടൊക്കെയുണ്ട്. മിഷൻ ഓപ്പണാന്നൊക്കെ പറഞ്ഞു അവിടെ. ഇതിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് കറങ്ങി കാണാം. ഇതിൻ്റെ ആളങ്ങൾ അത് ശരി. എത്ര റേറ്റ്? എത്ര ഒരാൾക്ക് ഫുള്ള് കറങ്ങി കാണും? മൊത്തം ചുറ്റി കാണും. ഏരിയ മൊത്തം? എത്രയൊക്കെ പോകണം കപ്പാസിറ്റി ഉണ്ട് ഇതിൽ? 8 ആളോ? അല്ല, ഞങ്ങൾ കറങ്ങി കാണാൻ പറ്റിയ ഒന്ന് വീഡിയോ എടുത്തിട്ട് നന്നായിട്ട്. ആയിക്കോട്ടെ. നിങ്ങളെ സ്ഥലം? ഞാൻ പെരുമ്പള്ളി. പെരുമ്പള്ളി പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ. ഇത് ഇവരെ കീഴിൽ തന്നെ പുറത്ത് പ്രൈവറ്റ് കമ്പനി. അവർ സബ്ബായിട്ട് എടുക്കണം? ഇവിടേക്കായിട്ട് മാത്രം എങ്ങനെ നോക്കുന്നത്? കൂടുതൽ ആൾക്കാരൊക്കെ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാനിട്ട് എല്ലാവരും നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നും കാത്തിക്കണം, ഞാൻ പറഞ്ഞ കാര്യമില്ല. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അവിടെ അടുത്ത വേറെ ബിൽഡിംഗ് എന്താ സംഭവം? ഈ വണ്ടിയൊക്കെ വരികയാണ്. ആ വണ്ടി തരണം. അതിൻ്റെ മുകളിൽ ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പുറത്തെ ബിൽഡിങ്ങൊക്കെ പോകാനുള്ള ബ്രിഡ്ജാണ് കാണുന്നത്. അടുത്ത മെയിൻ കവാടം. ഉള്ളിലൊക്കെ കയറാനില്ല, ആദ്യം ഇവിടെ മൊത്തം കറങ്ങി. ഇവിടെ ഒരു ടീം ഫോട്ടോഷൂട്ട് എടുക്കുന്നില്ലേ. ചെക്കനൊക്കെ പോസ്റ്റ് നിർത്തി അടിപൊളി ഫോട്ടോ എടുക്കില്ല. പക്ഷേ ഇത് സംഭവം എന്താണോ? എന്തായാലും ഇത് നല്ല പരിപാടിയാണ്. അതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ വെച്ചില്ല, അവിടെ നേരെ അതിൻ്റെ മുകളിൽ പിടിച്ചു. ഇവിടെ കാർ പാർക്കിങ്ങും, ഇത് വർക്ക് എടുക്കണ ബിൽഡിങ് കേട്ടോ. അവിടെ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ പോകുന്നു. ഞാൻ ഓപ്പണല്ലാണ് ഒരാൾ പോണേ. ഓ, ബാക്കിൽ എന്താ അടിപൊളി സ്ഥലങ്ങളല്ലേ. വയനാടിൻ്റെ ചുരൻ്റെ ബാക്കിയാണ് കാണുന്നത്. ഏതാ ഇവിടെ അടുത്ത് കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ നമ്മളെ പണ്ട് നാട്ടിലെ ചെടിയൊക്കെ ഇവിടെ ഫേമസായി കിടക്കുന്നത്. ഇതാ 2 പേര് നടന്നു വരുന്നുണ്ട്. പച്ചോട്ടെ. അസ്സലാമലൈക്കും. നിങ്ങളെ സ്ഥലം എവിടെ? മലപ്പുറം? കുന്നുമലോ? കുന്നുംപുറോ? നമ്മൾ കൊണ്ടോട്ടിയില്ല. ഇവിടെ ആദ്യമായിട്ടാ? എവിടെ വർക്ക് ചെയ്ത് പഠിക്കുക? ജോലിയാ? എന്താണ്?
പേരെന്താ നിങ്ങളെ? കയ്യൂം. ഞാൻ കൊണ്ടോട്ടി മുണ്ടകുളം. കീശേരി കൊണ്ടോട്ടി റോഡ് ഉണ്ടല്ലോ, അവിടെയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ മലപ്പുറത്ത് കോഴിക്കോട് അങ്ങനെ പല നാട്ടിലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടും മലപ്പുറം നമ്മളെ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള കുന്നുംപുറം സ്ഥലത്താണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പരിചയപ്പെട്ടിരിക്കാം, ഇതൊന്നും സംസാരിക്കില്ല. അപ്പോൾ ആൾക്കാർ സംസാരിച്ച് ശീലവും വേണം, അങ്ങനെ മടി മാറണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എത്ര ഏക്കർ കണക്കിന് സ്ഥലം ബിൽഡിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കണം അറിയോ. കാരണം അത്ര അടിപൊളി ഓരോരോ ബിൽഡിങ്ങും കാര്യങ്ങളും വർക്ക് നടക്കണമൊക്കെ കാണണം, വേറെ രക്ഷയില്ല. ഇതൊക്കെ നോക്കി എന്താ ബിൽഡിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അവിടെ അപ്പുറം വർക്ക് നടന്നുകൊണ്ട് അപ്പുറം ഭാഗം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബിൽഡിങ്, ഒരു പുറത്തേക്ക് എത്തിയ ഫീലിങ് ഇത്ര ഉള്ളൂ. അതൊക്കെ ആൾക്കാരും മുകളിലൊക്കെ ഇതൊക്കെ പാർക്കിങ്ങിന് ഏരിയ കേട്ടോ. ഈ കാണുന്ന മൊത്തം പാർക്കിങ്ങാണ്. ചെരുപ്പതാ ഈ കാണുന്ന ഓഫീസ് വർക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്. ചെരുപ്പാടുള്ള രണ്ട് വയ്യുണ്ട്. ഒരു പാർക്കിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് എന്നാൽ ചുറ്റി കറങ്ങാണ്. അതേമാതിരി ഇപ്പുറത്ത് വയ്യുണ്ട്. നമ്മൾ ഇവിടുത്തെ ഹാളല്ല വരാന്ത എന്ന് പറയും, ബാൽക്കണി വരാന്ത. ഇവിടെ മൊത്തം ഉണ്ട്. ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊട്ടാരം പോലത്തെ ഫീലിങ് തൂണും കാര്യങ്ങളും. ഇവിടെ കുറേ ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ശരിയാക്കും, കുറേ ആൾക്കാർ നടക്കുന്നതാണ്. കണ്ടില്ലേ, നമ്മളങ്ങനെ ഉള്ളിൽ കയറി. ഇതാണ് പള്ളീൻ്റെ ഉൾഭാഗം. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടല്ലോ, മഴ പെയ്ത് ഇവിടെ ക്ലീൻ ആക്കിയാണ്. അങ്ങനെ ഫുഡ് റെഡിയാക്കുക, എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് ഭംഗിയിലായിരുന്നു. ബൗണ്ടി ഇവിടെ എഴുതി വെച്ചാണ്, കയറാൻ പറ്റില്ല. ഇവിടെ നോമ്പ് തുറക്കാനുള്ള ഫുൾ ഫുഡിൻ്റെ പരിപാടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രങ്ങാനും സ്ഥലം, എത്രങ്ങാനും ആൾക്കാർക്ക് വേണ്ടി ഫുഡുണ്ടാകാം. പള്ളിയാണ് ഇല്ലേ, ഫുള്ള് മുറ്റത്താണ് ഫുള്ളൊക്കെ. യൂണിവേഴ്സിറ്റിക്ക് വരുന്ന മെയിൻ വഴിയാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ ആൾക്കാരത് അങ്ങനെ ഫുഡ് വെച്ചത് ഈ സ്ഥലത്ത് വരെ എത്തിക്കണം. ഉണ്ടല്ലേ, ഇവിടം വരെ ഫുഡൊക്കെ വെച്ചാൽ. അപ്പോൾ ആൾക്കാരൊക്കെ ഫുഡൊക്കെ ഉണ്ട്. എന്തായാലും ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ മൂന്നത്തെ നോക്കാൻ പറ്റില്ല. വെള്ളം കുടിച്ചിക്കോ. ഞാൻ വെറുതെ പറഞ്ഞ ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങളെ സ്ഥലം എവിടെ? ഞാൻ വടകര. സംസാരത്തെ കണ്ടപ്പോൾ ചോദിച്ചതാണ്. പേരെന്ത്? താഹിർ. ഞങ്ങൾ കൊണ്ടോട്ടി. ഷമീം. ഇത്തവണ സുഖല്ലേ? ഇവിടെ ആദ്യമായിട്ടാ? അത് ശരി. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നാ? എല്ലാവരും നല്ല കുട്ടീനെ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അത് ശരി. എന്നാ കൂടെ അത് കണ്ടോ, ഫുള്ള് വരിക്കൊക്കെ കണ്ടില്ലേ. ഇത് സംഭവം എന്തായിരുന്നു, അവിടെ ഇഫ്താറിന് അടിയിരിക്കുമ്പോൾ എല്ലാവരും വരി അയക്കണം. എന്നിട്ട് കയറി ഒരു പ്ലേറ്റിൽ 5 ആൾക്കാരുണ്ടാവും. അപ്പം അതിന് വേണ്ടി എന്താ ചെയ്യുക, ഒന്ന് ക്യൂ ആയിട്ട് നേരെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ബാക്കിൽ മൊത്തം 2 വരെയായിട്ടുണ്ട്. പിന്നെ പരിപാടിക്ക് പോലും ഇത്ര ക്യൂ ഞാൻ ആദ്യം കണ്ടില്ല. എന്ത് സുഖമായിട്ട് ക്യൂ നിൽക്കണം. ആൾക്കാരൊക്കെ എത്ര ഡീസൻ്റായിട്ട് വരിക്കണമെങ്കിൽ എന്ത് വരിക്കാൻ നിൽക്കാറ്. യാത്ര അങ്ങനെ ഏകദേശം വരി കഴിഞ്ഞ് ആ പോകുന്നത് വരി ഇങ്ങനെ
അതേമാതിരി നമുക്കുള്ള ഫുഡാണിത്. ഇത്ര പീസ് ഉണ്ട്, 1 2 3 4 പീസ്, പിന്നെ 5 4 10 5 10 ഉണ്ട്. ഒരു പീസ് കുറവുണ്ട് അതിൽ. ചെക്ക് വെള്ളം ഏതായാലും ഇവന് ബൾബൊക്കെ കിട്ടിയാല് നിന്നത് 5 പേരാണ്. 1 2 3 4 4 പക്ഷേ ഇതൊക്കെ എൻ്റെ കൂടെ വന്ന ആൾക്കാരാട്ടോ. ഏകദേശം ടൈം 6:10 6:15 നമുക്ക് അരമണിക്കൂറോട് വെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുത്താലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതിനുള്ള വെയിറ്റിംഗാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഇങ്ങനെ ചില്ലണൊക്കെ ഉണ്ട്, കയറാൻ ആൾക്കാരൊക്കെ ഫോണിലാണ്. പക്ഷെ അടിപൊളി ഫീലിംഗ് ആണ്. 5 ആൾക്കാണ് ഇതിൽ എന്ത് ചെയ്യുക, ഒരു പ്ലേറ്റിൽ നിന്ന് 5 ആൾക്കാരുണ്ട്. 5 ആൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അതായത് നമ്മളിത് അധികം കഴിക്കാത്ത ഫീലിങ്സ് ഉണ്ട്. വെള്ളം ഗെയിമാണ്. പിന്നെ അതാ വത്തക്ക, ഇത് ചിക്കനാണ് കേട്ടോ, ഇത് കാരക്കയാണ്. ഇത് 2 3 കേട്ടോ, 5 ആൾ കറക്റ്റാണ്. ഇതെന്താ വെച്ചാൽ ഭാഗത്തോട് ചോറിട്ടോണ്ടി ഇതൊക്കെ ഓട്ടട ഇതൊക്കെ ദോശ ആക്കണല്ലോ എത്തിച്ചാൽ ഇത് 5 ഉണ്ടാവും. തിന്നു. ഇത് 10 ആക്കണൊക്കെ തിന്നാണ്. ഇപ്പൊ ഇപ്പളേ ഊരിക്കണത് എനിക്ക് മനസ്സിലുള്ള അതിന് കാരൊക്കെ ഒരുക്കി മുറിച്ചാലോ? അത് അത് ശരിയാവില്ല, കാരണം കുറച്ചുകൂടെ എടുത്തിട്ട് അങ്ങനെ മുറിച്ചോ? അവന്റെ പള്ളി പറയല്ലേ എന്ത് പരിപാടി ഒന്നും ഇഷ്ടമില്ല. ആർക്ക്? ഈ കാത്തുനിന്ന് വരിക്കണം. എനിക്കോ? അല്ലെങ്കിൽ ആരെ ഇവിടെ പല ആളത്ത് പറവ് ഇരിക്കുന്നു, പ്രത്യേകിച്ച് മലയാളീസാണ്. അതൊക്കെയാണ് അവരെ പറഞ്ഞ കാര്യം. നമ്മൾ തോന്നുന്ന പോലത്തെ ഇരിക്കുപോയി, അതാണ് ഒന്നാമത്. ഓരോ സ്ഥലത്ത് കൺട്രോൾ ചെയ്ത് പോകുന്ന ഞാൻ അവർക്ക് എത്ര ബാക്കി. ബാക്കി ആ ചോറ് ക്യാൻസലാക്കല്ല, ആകെയാണ് ഞാൻ ഇട്ട് തല്ലോങ്ങള്. ഒരു മിനിറ്റിട്ടുള്ള മൈദ അത് കഴിഞ്ഞു കഥ. ചോറ് കഞ്ഞിയാക്കണ്ട. ഞാൻ ഉള്ള 2 3 തട്ടത്തി കണ്ടു, തട്ട് മറിക്കും. അത് മാത്രം ചെയ്യേണ്ടത്. ഈ കവറിനല്ലോ ബാങ്ക് കൊടുക്കാനായി എപ്പോഴും ഇറങ്ങിയതാണ് എന്നാണ്. ഇപ്പോഴും കണ്ടില്ലേ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണേ. ഞങ്ങൾ 6 മണിക്ക് കയറിയിരുന്നേ, അപ്പോഴും 6:30 ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ട്. അങ്കിളിന്റെ അടുത്തല്ലേ 4 മണവാ കഴിഞ്ഞ ആരുപൻ്റെ അല്ലേ? തണുപ്പുറവാലേ ചെക്ക് വെച്ച് നബീരെ നബീരെ അങ്ങോട്ട് വയ്ക്കാം. നബീരെ തിരിഞ്ഞു നോക്കണില്ലടാ. എങ്ങനെ മൊബൈലും മുറിച്ചൊക്കെ തിരികല്ലേ. ഓന് ഭാഗ്യമുണ്ട്, ഓനവിടെ അങ്ങനെ എത്തിയല്ലോ പെട്ടിട്ടോ. ഇതല്ല, ഇതിപ്പോ നമ്മളെ കൂട്ടത്തിൽ തരും 4-4 ബോളിങ് എടുക്കുന്ന ടീമാണ്. ഞാനെടുക്കും. ഒഴിവാക്കി അല്ല, ഞാനെടുക്കാനോ ആരോടൊന്നും ഇത് തിന്നണ ഫുള്ള് എടുക്കാം. പക്ഷെ എടുക്കൂല, കാരണം ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിരുന്നില്ല. ഇങ്ങനെ പിടിച്ചെടുക്കേണ്ടി വരും.
പേരെന്താ? സ്ഥലം ചെമ്മാടോ? മലപ്പുറം തന്നെ. അപ്പം നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളാട്ടോ. ഫാദറിന് ആള് ചെമ്മാടാണ് സ്ഥലം. എപ്പോൾ നിങ്ങൾ ഒറ്റക്കുള്ളൂ? അവിടെ പോകണം. അത് ശരി. എന്താ അവരൊക്കെ വേറെ കൂടെ പോകുന്നതാണ്. അവർ പേരെന്താ? ആയിപ്പോ റഹീം. ഞാൻ ആയിപ്പം സോറി. ഞാൻ ചോദിച്ചു നിങ്ങളെ സ്ഥലം എവിടെ? പള്ളിപ്പുറയല്ലേ? അപ്പോൾ പറഞ്ഞാൽ ശരിയാണ്. പേരെന്താ? അന്നൂറ പേര്? അത് ശരി. അക്കവടല്ല അമ്മമാരുള്ളതല്ല. എന്താ യുവാമാരല്ലേ? ഇവിടെ നാട്ടുകൾ ഒരുത്തനെ കണ്ട് പരിചയപ്പെടുകയാണ്. സോറി ഉസ്താദിനെ. എന്താ ഈ ഉസ്താദാണ്. എന്നിട്ട് ഇതുവരെ ഉണ്ടാക്കലിനടാ വെറുതെ പോയി നമ്മുടെ ജില്ലയിൽ നമ്മളെ മലപ്പുറം ജില്ലക്കാരെ മൊത്തം ഇവിടെ ചെമ്മാട്. ചെമ്മാടുന്നൊക്കെ നിങ്ങൾ വന്നേ? ചെമ്മാടുകളാണ്. പോതനാണ്. 5 മണിക്ക് വാങ്ങുമോ? എന്നോട് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എൻ്റെ അമ്മ പെങ്ങളെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഞാൻ തൊള്ളയിട്ട് എത്തും. എവിടെയാ ബസ്സൊക്കെ 5 മണിക്ക് 5:20 നമുക്ക് 5:10 ലാഭം തേടി പോയി. എൻ്റെ വെള്ളം പോയി. വെള്ളം കേട്ടാ അവിടെ ഇരിക്കാനില്ല. തുപ്പിച്ചാണ് 5 മണിക്ക് വാങ്ങിക്കൊടുക്കണേ. അപ്പം ഞാൻ തിന്നിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വേഗം കൈ കഴിക്കിട്ട് ഞാൻ റൂമിൽ പോയി വെറുതെ റൂം വേണ്ട. പിന്നെ ബ്രഷ് ബ്രഷ് ചെയ്യാനോട് പോകുമ്പോൾ 5 മണി ഞാൻ തിരിച്ചുപോയി. അത് ഏതേ തലയില്ലാത്ത മൂലാലെ ഞാൻ വിചാരിച്ച് എൻ്റെ ഫോണിലത്തെ പ്രശ്നം വിചാരിച്ചു ടൈമിൻ്റെ. അപ്പോൾ ഞാൻ വരത്തെ ഫോണിൽ നോക്കി. അതിൽ 5 മണി. പിന്നെ നമ്മളെ നാട്ടിലത്തെ ഒത്തിരിയൊന്നും വാങ്ങി കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ഉറപ്പായി. ഞാൻ പിന്നെയും തന്നു ഫുള്ളാക്കി. പക്ഷെ അങ്ങനെ കൊടുക്കണ്ടടാ. ചിലപ്പോൾ ആ മൂലാരം എന്തെല്ലാം കൊടുക്കുകയാണ്. സത്യം ഞാൻ ഇവിടെ നാട്ടിലത്തോരോട് ചോദിച്ചാൽ മറന്നു. വേറെ ആരും അങ്ങനെ പോയി ചോദിച്ചാൽ അടിയിട്ടു പണി. ഏത് നാട്ടിൽ നമ്മളെ നാട്ടിൽ നിന്നല്ലേ വേറെ ഓടുവാണ്. നമ്മൾക്കൊക്കെ ബാങ്ക് ഇങ്ങനെ ചിലപ്പോൾ മണി നേരത്തെ കിടന്നു. വായക്കാട് പള്ളിത്തൊക്കെ ഇല്ലേ ഞങ്ങളോടൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി അങ്ങനെ തീണ്ടാവാറുള്ള അങ്ങോട്ട് അതന്നെ പൊലിച്ച സമയത്ത് കേൾക്കും. സൗണ്ട് ഇല്ലാതല്ലേ? ആ ബാങ്ക് കൊടുത്തോട്ടെ. അപ്പോഴേ നിങ്ങളെ കൈയിട്ട് വരാൻ തുടങ്ങിയോ? ആമി ഇതിന്റെ കോമഡി ഇതിങ്ങനെ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തമിഴ്നാട് എത്ര ആൾക്കാരല്ല. പഠിച്ചോനെ മഴ എന്നാ പെയ്യാന്നാ മതി. മഴ പെയ്യാൻ മഴക്കാരൊക്കെ എത്തുന്ന ആൾക്കാരൊക്കെ കൊണ്ട് പോയേണ്ടി വരും. പുറത്തള്ളിയിൽ അയാള് പറ്റിച്ചാണ്. ചെറുത്തിയിലേക്ക് പഠിച്ചോ കളിയാക്കും. അവിടെ കാശെത്തി ഇവിടെ ഞാൻ കൊടുത്തില്ല. മല്ലൊക്കെ ചാടിച്ചിട്ട് പറയുള്ളൂ. ഇതൊക്കെ എടുത്തിടട്ടെ. എൻ്റെ ഒറ്റ മുന്നിലേക്ക് അപ്പുറത്തെ ആൾക്കാർ എത്താനും കഴിഞ്ഞ് ഇവിടെ എത്തും. അതുപോലത്തേക്ക് ഇവിടെ വാങ്ങി കൊടുത്തോണ്ട് ഇയാളെ വാങ്ങി കൊടുക്കാള്. ആ കഴിഞ്ഞ്
ഒരു സൂചി വീണ സൗണ്ട് കേൾക്കും അത്ര പോലത്തെ അക്ഷരങ്ങൾ എല്ലാവരും ചുരുത്തി നോക്കുക എല്ലാവരും ബാങ്ക് നോക്കുക മിനാരത്തെ നോക്കാൻ നോക്കണേ ബാങ്ക് പോയി കൊടുക്കുക ഈ നേരത്തെ ലേറ്റ് അവിടെ ബാങ്ക് കഴിഞ്ഞു അപ്പുറത്തൊക്കെ ബാങ്ക് കഴിഞ്ഞു ഇതിപ്പോ എത്താന്ന് ഇവിടുന്ന് നിന്നുകൊണ്ടായാണ് ഇവിടുന്ന് ആയതുകൊണ്ട് ഇപ്പൊ നീ കാത്തിട്ടില്ലേ കൊട്ടി അടിക്കാൻ ബിസ്മിലി ഇവിടുത്തെ ആയിനടാ പിന്നെന്താ സമയമായമ്മ أشهد أن لا إله إلا الله أشهد أن لا ക്യാമറ ഒന്നും കാണില്ലടാ അവിടുന്ന് أشهد أن محمد رسول أشهد أن محمد رسول ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ തട്ട് കാലേക്ക് മത്സരിച്ചില്ലേ എന്തൊരു സ്പീഡ് ഇത്ര സ്പീഡ് എവിടെയും കണ്ടില്ല എന്താ തന്നെ ഞാനും പറഞ്ഞു ഒരു സാധനം ബാക്കിയുള്ള ഫുള്ള് കാര്യമാക്കില്ല എന്തൊക്കെയാ ഇവിടെ നടക്കണ കുറച്ചുണ്ടാവും തട്ടുള്ള ഫുഡൊക്കെ ഒറ്റടി കാണാൻ ഒരു മിനിറ്റ് ടൈം ഒന്നും ഇല്ല ഇതിലുള്ളണ്ട അത് വിളിച്ചാൽ വേണ്ട മുഴുവൻ പറഞ്ഞ അതല്ല ഇത് അഞ്ചാക്കുള്ള ഉണ്ടല്ലേ നമസ്കാരം തുടങ്ങിട്ടോ പിള്ളേർ നമസ്കാരനായിട്ട് കാത്തുക്ക ഇതൊക്കെ ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരിക്കണേ തുടങ്ങിയില്ലല്ലോ തുടങ്ങുമ്പോൾ നീക്കാം നിന്നാലും ഇരുന്നാലും ഒരേ കൂലിയാണ് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പള്ളിയിൽ നിന്ന് കണ്ടന്ന ആൾക്കാരനായി ഫാസ്റ്റ് ആയി നിറഞ്ഞു നോമ്പൊറക്കലൊക്കെ ഹറമെന്നാണ് കേട്ടോ നോമ്പ് കാരണം ഹറമെന്ന ഫീലിംഗ് ആ ഒരു ഫീലിംഗ് ഞാൻ പോയില്ല എനിക്ക് പോയിട്ടാ എന്നോട് ഞാനും പോയില്ല പോയില്ല എന്നിട്ട് നമ്മൾ വീട്ടുകാരാണ് അപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഫുള്ള് ഇറങ്ങി അപ്പോൾ എത്ര ആൾക്കാർ പള്ളിയിൽ കാണിച്ചതാ ഇതൊക്കെ ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഒക്കെ നോമ്പ് തന്നു പക്ക ഒരു നോമ്പ് പറയുന്നത് അന്തമാന ജനങ്ങൾ അതായത് റോഡിൽ ഒരു പള്ളിയുടെ
ഇവിടെ ലൈറ്റ് ഒക്കെ വെച്ച് ഈദ് മറ്റവനാ ഫുൾ ലൈറ്റ് വെച്ചല്ലേ. ഈ ഫുള്ള് ലൈറ്റ് വെച്ച ആളുകാട്ടോ. ഞങ്ങളതിന്റെ ഈ ലൈറ്റിന്റെ ഈ സൗണ്ടിന്റെ കോണറാണ് ഈ കാണുന്നത്, ഈ പോകുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് തന്നെ മെയിൻ ആണ്. അങ്ങനെ കോണ്ടാക്ട് ബോൾ കേരള വർക്കേഴ്സ് ആണ് അല്ലേ നബീലെ? രാത്രി 2 വന്നാണ്ട് നബീലെ കഴിയൂല, അത്രയും ചൂടാണ്. അപ്പം രാത്രി വന്നിട്ട് ആ കണ്ടു രാത്രി വന്നിട്ട് രാത്രി ആകുമ്പോ വെയിലുണ്ടാവില്ലല്ലോ, ചൂടില്ല. അപ്പം രാത്രി വന്നിട്ട് അവര് വെയിലിന്റെ കാഠിന്യം കൊണ്ട് പോലും രാത്രി വന്ന് രാത്രി നട്ട ഭാഗത്ത് 2 മണിക്കൂർ 1 മണിക്കൂർ 12 മണിക്കൂർ കേറിട്ട് വർക്ക് ചെയ്തതാണ്. ഇവിടെ കാണുന്ന ഫുള്ളും ലൈറ്റ് യൂണിവേഴ്സിറ്റിയുള്ള ഈ പള്ളിന്റെ ലൈറ്റ് വർക്കൊക്കെ ചെയ്ത്, പുറത്തുള്ള ലൈറ്റ് വർക്കൊക്കെ ചെയ്തത് നബീലിനെ ഏൽപ്പിക്കാം. നബീലെ 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 അന്റെ ഇതിന്റെ വർക്ക് ഇവന്റ് ഏതിന് MD അല്ല MD തന്നെയാണ്. പക്ഷെ അല്ല ഇതിന്റെ പേരെന്തേനി? ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ വർക്ക് ചെയ്തു. നമ്മള് അറിവിന്റെ സിറ്റിന്ന് നോമ്പ് തുറന്ന് പോവാണ്. അറിവിന്റെ നഗരത്തിൽ നിന്ന് നോമ്പ് നമ്മള് പോവാണ്. നഗരം. അടുത്ത് പോണോ വലത്ത് പോണോ? വലത്ത് പോയാൽ വലത്തോട്ടോടിയും ഇടത്ത് പോയാൽ ഇടത്തോട്ടോടിയും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്.